യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ട് ഇരുന്നു. ബൈബിളിലെ ആദ്യത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ആ വാക്യത്തിന് നാം ചിന്തിക്കുന്നതിനേക്കാൾ ആഴമേറിയ കുറെ അർത്ഥവ്യാപ്തികൾ ഉണ്ട്. ബൈബിൾ ഒരു അമ്മൂമ്മക്കഥയല്ല. ബൈബിൾ ഒരു ഐതിഹ്യമല്ല. ചരിത്രപരമായി ലോകത്തിൽ നടപ്പായ കാര്യങ്ങളുടെ സംക്ഷിപ്തമായ വിവരണമാണ് ബൈബിൾ. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ ആര്, എന്ത്, എവിടെ, എങ്ങനെ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ജിജ്ഞാസയോട് ചോദിക്കാറുണ്ട്. ലോകത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് സിദ്ധാന്തങ്ങളല്ല, വസ്തുതകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ബൈബിൾ ആരംഭിക്കുന്നത് വളരെ സുനിശ്ചിതത്വത്തോടുകൂടെയാണ്, കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ടാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരാ സൃഷ്ടിച്ചത്? ദൈവമാണ്. ദൈവം എന്താണ് സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാണ് സൃഷ്ടിച്ചത്? ആദിയിൽ. അപ്പൊ ദൈവത്തിന്റെ ആസ്തിത്വത്തെ വ്യക്തമാക്കിക്കൊണ്ട്, ദൈവത്തിന്റെ ആധികാരികത വ്യക്തമാക്കിക്കൊണ്ട്, ദൈവത്തിന്റെ പ്രവർത്തന നിരതയെ വ്യക്തമാക്കിക്കൊണ്ട് ബൈബിൾ ആരംഭിക്കുകയാണ്. ദൈവമുണ്ട് എന്ന സത്യം തെളിയിക്കാൻ ബൈബിൾ പരിശ്രമങ്ങൾ നടത്തിയിട്ടില്ല. ദൈവമുണ്ട്. ആ സനാതന സത്യത്തെ ആസ്പദമാക്കി, അടിസ്ഥാനമാക്കിയാണ് ബൈബിൾ തുടങ്ങുന്നതും പൂർത്തീകരിക്കുന്നതും ഒക്കെ. ബൈബിളിലെ മിക്ക പരിഭാഷകളിലും ഹെവൻസ് എന്ന ബഹുവചന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. സ്വർഗം എവിടെയാണ്? പലരും ധരിച്ചു വെച്ചേക്കുന്നത് എല്ലാം ഇവിടെ തന്നെ പാസ്റ്റേ, കിട്ടാനുള്ളതൊക്കെ ഇവിടെ വെച്ച് കിട്ടും. പക്ഷേ ഭൂമിയിൽ പല നന്മകളും കിട്ടാത്ത മനുഷ്യരില്ലേ? വളരെ നീതിമാന്മാരായി ഭക്തന്മാരായി ജീവിച്ചിട്ടും വേണ്ടത്ര നിലയിൽ നന്മകൾ ആസ്വദിക്കാൻ കഴിയാതെ പോയവരില്ലേ? ഇനി വളരെ ദുഷ്ടന്മാരായ ആളുകൾ ഒത്തിരി നന്മകൾ പ്രാപിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ കിട്ടും എന്നൊന്നും തീർത്തു പറയാൻ പറ്റില്ല. ഒരു പരിധി വരെ കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ സ്വർഗവും നരകവും ഒന്നും ഭൂമിയിലല്ല. ദൈവം അതിനുവേണ്ടി ചില പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. സ്വർഗം മുകളിലാണ്. നമ്മൾ വെളിയിൽ ഇറങ്ങി മുകളിലോട്ട് നോക്കിയാൽ ആകാശമാണ് കാണുന്നത്. പക്ഷെ സ്വർഗം അവിടെയല്ല, അതിനും മീതെയാണ്. ബൈബിളിലെ തെളിവുകൾ. പൗലോസിന്റെ അനുഭവം 2 കൊരിന്ത്യർ ലേഖനം 12:2 നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ സ്വർഗം ഭൂമിയിലല്ല, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. യാക്കോബ് വീട്ടിൽ നിന്ന് പദ്ദൻആരാമിലേക്ക് ഓടിപ്പോകുമ്പോൾ ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് അവനൊരു ദർശനം കാണുന്നു. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിൻ്റെ ഒരഗ്രം സ്വർഗത്തോളം എത്തുന്നു. ദൂതന്മാർ ഇറങ്ങുന്നു, കയറുന്നു. അല്ലേ? അപ്പൊ സ്വർഗം ഭൂമിയിലല്ല, മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സ്വർഗം എന്ന പദം ഏകവചനമല്ല. ബൈബിൾ ആരംഭിക്കുന്നതന്നെ സ്വർഗം എന്ന ബഹുവചനം പറഞ്ഞുകൊണ്ടാണ്. സ്വർഗത്തിന് 3 ഭാഗങ്ങളെങ്കിലും ഉള്ളതായി മനസ്സിലാക്കാൻ കഴിയും. കാരണം പൗലോസിന്റെ അനുഭവം, അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു.
പ്രവൃത്തികളുടെ പുസ്തകം 14-19 സുവിശേഷ പ്രഘോഷണത്തിലായിരുന്ന വേളയിൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്ന് ജനത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. മരിച്ചു എന്ന് എഴുതി വലിച്ചിഴച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി ഇട്ടു. ആ വേളയിലായിരിക്കാം ദൈവം അവന്റെ ആത്മാവിനെ 3-ാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിന് 3 ഭാഗമുണ്ട് എന്നുള്ളതിന്റെ ഒരു സ്പഷ്ടമായ തെളിവാണ്. രണ്ടാമത്തെ തെളിവ് സമാഗമന കൂടാരം. യഹൂദന്മാരുടെ പൂർവീക കാലഘട്ടത്തിലെ ആരാധനാലയത്തെയാണ് സമാഗമന കൂടാരം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന് സമാഗമന കൂടാരം എന്ന് വിളിക്കുന്നത്? നമ്മൾ എയർപോർട്ടിന് തൊട്ടടുത്ത അവിടെ നിങ്ങൾ കാണാൻ കഴിയും ആഗമനം എന്ന് എഴുതിയിട്ടുണ്ട്. ആളുകൾ വരുന്നു. സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരുന്നു സമാഗമനം. സമാഗമന കൂടാരം സ്വർഗത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായിരുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. സ്വർഗത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് എത്രേ പ്രവേശിച്ചത്. മനുഷ്യനിർമ്മിതമായ സ്വർഗത്തിന്റെ പ്രതിബിംബമായ, സ്വർഗത്തിന്റെ ഷാഡോ എന്ന പദമാണ്, സ്വർഗത്തിന്റെ നിഴലായ സമാഗമന കൂടാരത്തിലേക്കല്ല, അതിന്റെ പൊരുളായ സ്വർഗത്തിലേക്ക് അത്രേ കർത്താവ് പ്രവേശിച്ചത്. അടുത്ത വാക്യം കൂടെ. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. സമാഗമന കൂടാരത്തിലെ 3-ാമത്തെ മുറി എന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ എല്ലാ വർഷവും കടന്നു പോകേണ്ടതില്ല. അവൻ ഒരിക്കലായി ആ 3-ാം മുറി എന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് സ്വർഗത്തിലേക്ക് കടന്നുപോയി. ഇനിയും എബ്രായ ലേഖനം തന്നെ 4-14 കൂടെ നോക്കിയാട്ടെ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഇംഗ്ലീഷിൽ വായിക്കുന്നത് we have a high priest who has gone through the heavens എന്നാണ്. അപ്പോൾ സമാഗമന കൂടാരം സ്വർഗത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു, രൂപരേഖയായിരുന്നു. സ്വർഗത്തിന് 3 ഭാഗമുണ്ട്. എബ്രായ ലേഖനം 8-5 സ്വർഗത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായിരുന്നു സമാഗമന കൂടാരം. കൂടാരം തീർപ്പാൻ മോശെ തുടങ്ങിയ സന്ദർഭത്തിൽ ദൈവം അതിന്റെ ഒരു രൂപരേഖ, സ്വർഗത്തിന്റെ ഒരു ചെറിയ രൂപരേഖ ദൈവം മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ചു കൊടുത്തു. ദൈവം കൂടെ കൂടെ പറയുന്ന പദമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നാം ആ പദം പല പ്രാവശ്യം വായിക്കുന്നു. പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ സകലവും തീർപ്പാൻ നോക്കുക. സമാഗമന കൂടാരമാണ്. അതിന് 3 ഭാഗമുള്ളതുപോലെ സ്വർഗത്തിനും 3 ഭാഗമുണ്ട്. 1, 2, 3 എന്നീ സ്വർഗങ്ങൾ. ഇനി അതിന്റെ മറ്റൊരു തെളിവ് ദൂതന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. 1-ാമത്തെ സ്വർഗം മേഘോന്നതങ്ങൾ. നമ്മൾ ഈ കാണുന്ന സകല ആകാശങ്ങളും അതിലെ 1-ാം സ്വർഗം എന്ന ഭാഗത്ത് വരും. 2 ഇനി 13-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ. അപ്പൊ 2-ാമത്തെ പദമാണ് നക്ഷത്രമണ്ഡലം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക. അപ്പോൾ ഈ ആകാശമണ്ഡലം 1-ാം സ്വർഗം, അതിനു മുകളിൽ നക്ഷത്രമണ്ഡലം, അതിനും മുകളിൽ 3-ാമത്തെ പദം കണ്ടോ, ഞാൻ സ്വർഗാദി സ്വർഗത്തിൽ കയറും. നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവ് വസിക്കുന്ന ആ സ്വർഗാദി സ്വർഗത്തിൽ ചെന്ന് യേശുവിന്റെ കൂടെ വസിക്കണമെന്ന്. സ്വർഗത്തിൽ പോകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നീ ചെയ്തെടുക്കേണ്ടുന്ന 4 പ്രധാന കാര്യങ്ങളുണ്ട്. 1, സ്വർഗത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം.
സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ലൂക്കോസ് 10:18. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ശിഷ്യന്മാരെ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് അയച്ചു. 70 പേരെ 2 ആളുകൾ വീതമുള്ള 35 ടീമുകളായി ഇങ്ങനെ ഭവന സന്ദർശനത്തിന് അയച്ചു. അവര് പോയിട്ട് വന്നിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രോഗികൾ സൗഖ്യമായി, ചിലരിൽ ദുരാത്മാക്കൾ വിട്ടുപോയി. അതൊക്കെ വന്ന് പറയുമ്പോ കർത്താവ് പറയാണ്, നിങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചപ്പോ ദുരാത്മാവ് വിട്ടുപോയില്ലേ, രോഗം സൗഖ്യമായില്ലേ? അതിന്റെ പിന്നിൽ നിങ്ങൾ കാണാത്ത ഒരു കാര്യം ഞാൻ പറയാം. ആ വ്യക്തിയുടെ മേൽ, ആ കുടുംബത്തിന് മേൽ, ആ ദേശത്തിന് മേൽ അധികാരം പുലർത്തിയിരുന്ന സാത്താന് ശക്തികളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച വേളയിൽ സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നത്. പക്ഷെ അതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പേൻ. വീണ്ടും ജനിച്ച ഓരോ ദൈവപൈതലിന്റെയും പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. ജനിക്കാത്തവന്റെ പേര് ഇവിടുത്തെ രജിസ്റ്ററിൽ എഴുതുമോ? പഞ്ചായത്തിൽ നല്ല വില്ലേജിൽ നിന്ന് ജനസംഖ്യ എടുക്കാൻ വന്നു. അപ്പൊ വീട്ടിലുള്ള അപ്പന്റെ പേര് എഴുതി, അമ്മയുടെ പേര് എഴുതി. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. 2 മക്കളുണ്ട്, അവരുടെ പേരെഴുതി. അപ്പൊ എല്ലാരും ആയോ എന്ന് ചോദിച്ചു. വീട്ടുടവൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ പിള്ളേരുടെ പേരെല്ലാം പറഞ്ഞോ? സാറേ, ഒരാളുടെ പേരൂടെ ഉണ്ട്, ഭാര്യ ഗർഭിണിയാണ്, ഞങ്ങൾ നാളെ ആശുപത്രിയിലേക്ക് പോകാൻ പോവുക, സ്കാനിങ് ചെയ്തു, പേര് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, സന്തോഷം. സാർ ഇനി വരുന്നത് എന്നേലും അല്ലേ, പൂർണ്ണ ഗർഭിണിയാണ്, ദാണ്ട ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്. പേരെഴുതുവോ? ഉണ്ടെന്നുള്ള സത്യമല്ലേ? ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റ് ഇല്ലേ? ജനിക്കാത്തിടത്തോളം കാലം അവന്റെ പേര് എഴുതത്തില്ല. ഇനി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് ഇവിടുത്തെ രജിസ്റ്ററിലൊക്കെ എഴുതും, പള്ളിയിൽ എഴുതും, വില്ലേജിലോ പഞ്ചായത്തിലോ ഒക്കെ എഴുതാറുണ്ട്. എന്നാൽ യേശുവിനെ സ്വീകരിക്കുന്ന വിശുദ്ധന്മാരുടെ പേര് സ്വർഗത്തിൽ എഴുതി വെക്കുകയാണ്. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവനും അവനും അവിടെ ജനിച്ചു എന്നിങ്ങനെ എഴുതും. അപ്പൊ ദൈവമക്കളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ എഴുതി എന്നതിനാൽ എന്നേക്കുമായിട്ട് അതങ്ങനെ ഇരിക്കില്ല. നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും കർത്താവിനെ നീ തള്ളിക്കളഞ്ഞാൽ കർത്താവ് നിന്റെ പേര് മായിച്ചു കളയും. പുറപ്പാട് പുസ്തകം 32:32 വാക്യങ്ങൾ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ചു കളയണം. മോശെ പറയാണ്, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ചു കളയണം. ദൈവം എന്താ പറഞ്ഞത്? യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. ആരുടെയാ? എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ പുസ്തകത്തിൽ മായിച്ചു കളയും. 69-ാം സങ്കീർത്തനം 28-ാം വാക്യം കൂടെ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ. ഒരിക്കൽ എഴുതിയതാണ്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ. നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം നോക്കിയാട്ട്. ജീവൻ ഉള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ പേര് സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. അതിന്റെ സമയം ഇപ്പോഴാ. നീ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പേര് രജിസ്ട്രേഷൻ ഒന്നും നടക്കത്തില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. കാരണം മരണത്തിന് ശേഷമാണ് ഞാനും നിങ്ങളും കർത്താവിന്റെ നീതിയുള്ള സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്നത്. അന്ന് എന്ത് സംഭവിക്കും? വെളിപ്പാട് 20:15. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിലേക്ക് തള്ളിക്കളയും. നിന്റെ കുടുംബപ്പേര് നോക്കിയിട്ട്, അല്ലെ നിന്റെ വിദ്യാഭ്യാസം നോക്കിയിട്ട്, നിന്റെ പണം നോക്കിയിട്ട് സ്വർഗത്തിലോട്ട് കടത്തിവിടത്തില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ദൈവം തീപ്പൊയ്യിലേക്ക് തള്ളിക്കളയും. ഇന്നുവരെയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല. ആമേൻ. യേശുവിന് വേണ്ടി ഞാൻ എന്റെ ഹൃദയം സമർപ്പിച്ചിട്ടില്ല. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ് ദൈവം പറയുന്നത്. കർത്താവിന് വേണ്ടി
ഹൃദയം കൊടുത്ത് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഭക്തന്മാരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ നമുക്കുള്ള രണ്ടാമത്തെ അനുഗ്രഹം സ്വർഗത്തിൽ ഒരു നിക്ഷേപം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇവിടുത്തെ ബാങ്കിൽ പൈസ ഇടാൻ പറ്റും, പക്ഷെ സ്വർഗത്തിലെ ബാങ്കിൽ പൈസ ഇടുന്ന രീതി പറയാം. മത്തായി സുവിശേഷം 6-20 വാക്യം, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. ഇവിടുത്തെ മണ്ണിൽ നാം ചിലവിടുന്ന എല്ലാ പൈസയും നഷ്ടമാവുകയാ. എന്നാൽ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമമഹിത്വത്തിന് വേണ്ടി ചിലവിടുന്ന ഓരോ ചില്ലിക്കാശും നിന്റെ പേരിൽ ട്രാൻസാക്ഷൻ നടക്കും. അത് സ്വർഗത്തിലെ പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തും. എബ്രായ ലേഖനം 10-34-35 വാക്യം, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദുരാഗ്രഹികളായ യഹൂദന്മാർ ഒരിക്കൽ മോശയോട് പറഞ്ഞു, സംഖ്യാപുസ്തകം 11-4-5 വാക്യങ്ങൾ, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിങ്ങ, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. എബ്രായ ലേഖനം 11-15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വായിക്കുകയാണ്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നു. ദുരാഗ്രഹികൾ പറഞ്ഞത്, മിസ്രൈമിൽ വെച്ച് ഞങ്ങൾ തിന്നിട്ടുള്ള മത്സ്യവും ഉള്ളിയും ചിറ്റുള്ളിയും ഒക്കെയാണ് ഞങ്ങൾ ഓർക്കുന്നത്. എന്നാൽ ഭക്തന്മാരെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയാണ്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. അടുത്ത ഭാഗം, അവരോ നല്ലതിനെ, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അവർ ലജ്ജിച്ചില്ല. ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുകയാണ്. സ്വർഗീയ അനുഭവത്തെക്കാൾ അധികം പണത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. പണം അവർക്ക് കെണിയായി മാറാറുണ്ട്. ഒരിക്കലും ഒരു ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശുവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു നോക്കിയപ്പോൾ കർത്താവിന്റെ ദൃഷ്ടി സാധാരണ ദൃഷ്ടിയല്ല, അത് ക്രാന്ത ദൃഷ്ടിയാണ്. ഉള്ളിലെ ഉള്ളിരിപ്പ് അമ്മ ശരിക്കും വായിക്കാൻ കഴിയുന്ന കണ്ണാണ് കർത്താവിന്റെ കണ്ണ്. ആ കണ്ണ് വെച്ച് കർത്താവ് നോക്കിയപ്പോൾ ഇവന് ധനത്തോടാണ് കൂടുതൽ സ്നേഹം. അതുകൊണ്ട് യേശു പറഞ്ഞു, നീ പോയി നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അവിടെ വായിക്കുകയാണ്, ഈ യൗവനക്കാരൻ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് കടന്നുപോയി. അവിടെയാണ് യേശു പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമാകുന്നു. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ടാക്കാൻ കഴിയണം. പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുക. അമ്മ, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലം എത്രയാ ചോദിക്കുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുന്ന ഓരോ കാശും ദൈവമൈതലേ, അത് നഷ്ടമായി തീരുകയല്ല, അത് നിന്റെ പേരിൽ സ്വർഗത്തിൽ ദൈവം എഴുതി ചേർക്കുന്ന ദൈവമാണ്. മൂന്നാമത്തെ കാര്യം, സ്വർഗത്തിൽ നമുക്ക് ഒരു പൗരത്വമുണ്ട് എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം 3-20 വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മുടെ പൗരത്വം എവിടെ പറഞ്ഞേ? സ്വർഗത്തിലാണ്. ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഇന്ത്യ ഈസ് ദ ബെസ്റ്റ്. കിഴക്കായാലും പടിഞ്ഞാറായാലും ഇന്ത്യയാണ് ഏറ്റവും നല്ല രാജ്യം. കാരണം നമ്മളെല്ലാവരും എവിടെ ജനിച്ചവരാണ്? ഇന്ത്യയിൽ ജനിച്ചവരാണ്. ഇന്ത്യയുടെ പൗരന്മാർ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. പക്ഷെ ഇവിടുത്തെ പൗരത്വം നമ്മുടെ മരണത്തോടുകൂടെ തീരും. പൗലോസിന് അക്കാലത്തെ ശ്രേഷ്ഠമായിരുന്ന 2 പൗരത്വം ഉണ്ടായിരുന്നു. തർശോശിയിലെ കിലിക്കിയിൽ ജനിച്ച തനിക്ക് ഒരു യഹൂദ പൗരത്വം ഉണ്ടായിരുന്നു. 2, അക്കാലത്ത് ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുമായിരുന്ന റോമൻ പൗരത്വം പൗലോസിനുണ്ടായിരുന്നു. തെളിവ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-37 വാക്യം. പൗലോസ് കോൾക്കാരോട് ചോദിക്കുകയാണ്, റോമ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ. സ്തോത്രം. കോൾക്കാർ ചെന്ന് അധിപതികളോട് പറയുകയാണ്, അവർ റോമ പൗരന്മാരാകുന്നു. ഇനി പ്രവൃത്തികളുടെ പുസ്തകം 22-25 വാക്യങ്ങൾ നോക്കിക്കൊള്ളൂ. അവിടെയും പൗലോസ് താൻ റോമൻ പൗരനാണെന്ന് പറയുകയാണ്.
അപ്പൊ പൗലോസിന് 2 പൗരത്വം ഉണ്ടായിരുന്നു. ഒന്ന്, തർശോസിൽ ജനിച്ചതുകൊണ്ട് ഒരു യഹൂദ പൗരത്വം ഉണ്ടായിരുന്നു. 2, അക്കാലത്ത് ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന റോമൻ പൗരത്വം തനിക്കുണ്ടായിരുന്നു. പക്ഷെ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുകയാണ്, സഹോദരന്മാരെ, ഞാനിപ്പോൾ സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ കിടക്കുന്നു, പക്ഷെ നമ്മുടെ പൗരത്വമോ ഇവിടെയല്ല. തർശോസിലെ യഹൂദ പൗരത്വമല്ല വലുത്. റോമൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തിന്റെ ചിഹ്നമായ റോമൻ പൗരത്വമല്ല വലുത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്വർഗത്തെ കുറിച്ച് വല്ലപ്പോഴും ഒക്കെ ഭാവനയിലൊന്ന് കാണണം. സ്വർഗത്തിൽ കർത്താവിന്റെ കൂടെ വസിക്കുന്ന ആ ദിവ്യമായ അനുഭവം ആത്മാവിലൊന്ന് കാണാൻ കഴിയണം. വിശ്വാസ കണ്ണുകളാൽ അത് കാണാൻ കഴിയണം. അങ്ങനെയെങ്കിൽ ഈ മണ്ണെ പ്രതി ആ മാണിക്യം നിനക്ക് വെടിയുവാനിടയാവില്ല. സ്വർഗത്തിൽ നമുക്കുള്ള 4ാമത്തെ അനുഗ്രഹം, സ്വർഗത്തിൽ നമുക്കൊരു കെട്ടിടമുണ്ട് എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം, 1-ാമത്തെ വാക്യം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ താഴെ നിന്ന് പണിത് മുകളിലേക്ക് ഉയർത്തുന്നതാ. കല്ല് വെച്ചോ മരം കൊണ്ടൊക്കെ നിർമ്മിച്ച് മുകളിലേക്ക് ഉയർത്തുന്നത്. എന്നാൽ മനുഷ്യന്റെ നിർമ്മിതമല്ല, അവ കൈവേലകൾ കൊണ്ട് തീർത്തതല്ല. ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം അതിൽ മുകളിൽ പണി തീർത്ത് താഴേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. ഞാൻ നോക്കുമ്പോൾ പുതിയ യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് യോഹന്നാൻ ആത്മാവിൽ കാണുകയാണ്. വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ, സ്വർഗത്തിൽ പേരെഴുതിയവർ, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവർ, സ്വർഗീയ പൗരനാണെന്ന് ഉറപ്പുള്ളവർ ഒരു ദിവസം കർത്താവിന്റെ കൂടെ ആ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കും. സാത്താനെ സൃഷ്ടിച്ചത് ദൈവമാണോ? സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെയെങ്കിൽ പാപത്തെ ആരാണ് സൃഷ്ടിച്ചത്? പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാചിനെ ആരാ സൃഷ്ടിച്ചത്? സാത്താനെ ആരാണ് സൃഷ്ടിച്ചത്? ദൈവം സാത്താനെ സൃഷ്ടിച്ചില്ല, ദൈവം ദൂതന്മാരെയാണ് സൃഷ്ടിച്ചത്. എന്നാൽ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തെരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം കൂടി നൽകിയിരുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ദൂതനുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ എന്ന് പറയുന്നത് അവന് സ്വന്തമായി ചിന്തിക്കാനും തെരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി. അപ്പൊ നിഗളിക്കാനും നിഗളിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ദൂതനുണ്ടായിരുന്നു. നിഗളിച്ചപ്പോഴാണ് അവന് ശിക്ഷാവിധി ഉണ്ടായത്. യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ അപ്പോൾ ദൂതന്മാർ, വാഴ്ച കാത്തുകൊള്ളാനും കാത്തുകൊള്ളാതിരിക്കാനും ദൂതന് സ്വാധിക്കുമായിരുന്നു. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിച്ചതെന്താ? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, നക്ഷത്രമണ്ഡലങ്ങൾക്ക് മീതെ കയറും, സ്വർഗത്തിൽ ഇരുന്ന് അരുളും. ദൂതന്മാരിൽ ഒരുപറ്റം ദൂതന്മാരെ ദൈവം ഭൂമിയിലാണ് ആക്കിയിരുന്നത്. നിന്നെ തീർത്ത നാളിൽ നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അവന്റെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കിയപ്പോൾ ദൂതൻ പിശാചായി മാറി. ദൈവകൃപയിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും നിഗളിച്ചാൽ ദൈവം നമ്മയും ഉമിഴ്ന്നു കളയും. അപ്പോൾ ഭൂമിയിലാണ് അവനെ ആക്കിയിരുന്നത്. ഭൂഗോളം മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂഗോളത്തിൽ ദൂതന്മാർ ജീവിച്ചിരുന്നു. തെളിവുകൾ ഒത്തിരി പറയാൻ പോവുകയാണ്. ഈ ദൂതൻ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്വർഗത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കും, ഭൂമിയിൽ വന്ന് വസിക്കും. സ്വർഗത്തിലേക്ക് പറന്ന് അവിടെ ദൈവത്തെ ആരാധിക്കും, ഭൂമിയിൽ വന്ന് താമസിക്കും. അങ്ങനെ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് അവന്റെ ഹൃദയത്തിൽ നിഗളമുണ്ടായി. തങ്ങളുടെ വാഴ്ച കാത്തുകൊണ്ടില്ല. പ്രൈസലോ, അവൻ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, നക്ഷത്രമണ്ഡലത്തിന് മീതെ കയറും, സ്വർഗത്തിൽ ഞാൻ ഇരുന്നരുളും. അങ്ങനെ പറഞ്ഞ വേളയിൽ ദൈവത്തിന് അവനെ ശിക്ഷിക്കേണ്ടതായിട്ട് വന്നു. ദൈവം അവനെ ശിക്ഷിച്ചു. അങ്ങനെയാണ് ഈ പിശാചുക്കൾ ഉണ്ടാകുന്നത്. ലൂസിഫർ എന്ന പദം മലയാള ബൈബിളിൽ ഇല്ല. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? യെശയ്യാപ്രവചനം 14:12 വാക്യങ്ങൾ.
അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ലൂസിഫർ ദ സൺ ഓഫ് മോർണിംഗ് എന്നാണ്. എങ്ങനെയാണ് ഈ ദൂതൻ വീണത്? എങ്ങനെയാണ് അവന് വീഴ്ച ഭവിച്ചത്? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവധി. ദൈവമാക്കിയിരുന്ന പൊസിഷൻ അവൻ സൂക്ഷിച്ചില്ല. വാഴ്ച കാറ്റുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയി. അങ്ങനെ ദൈവം അവനെ ശിക്ഷിച്ച കൂട്ടത്തിൽ അവന്റെ വീടും കൂടെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ദൈവം ദൂതനെ മാത്രമല്ല ശിക്ഷിച്ചത്, അവന്റെ നിവാസ സ്ഥലമായിരുന്ന ഇന്നത്തെ നാം വസിക്കുന്ന ആദാമൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഭൂമിക്ക് മുമ്പൊരു ഭൂമി ഉണ്ടായിരുന്നു. മനുഷ്യനോട് ദൈവം പറഞ്ഞത്, നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലൊക്കെയും നിറഞ്ഞതിനെ അടക്കി വാഴുവിൻ. മലയാളത്തിൽ അങ്ങനെ വായിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുന്നത് റീപ്ലനിഷ്, വീണ്ടും നിറഞ്ഞ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ നിറഞ്ഞിരുന്ന ഒരു ദൂതവിഭാഗമുണ്ട്. അവരുടെ തലവൻ ഹൃദയത്തിൽ നിഗളിച്ചു, ഞാൻ മേഘോന്നതങ്ങൾക്ക് മിത കയറും, നക്ഷത്രമണ്ഡലത്തിന് മിത കയറും, സ്വർഗാദി സ്വർഗത്തിൽ ഇരുന്നരുളുമെന്ന് ഹൃദയത്തിൽ നിഗളിച്ചപ്പോ ദൈവം അവനെ ശിക്ഷിച്ചു. അവനെ ദൈവം ആ സ്ഥാനത്ത് തള്ളിക്കളഞ്ഞു. അവനെ ശിക്ഷിച്ചിട്ട കൂട്ടത്തിൽ അവരെ മാത്രമല്ല, അവർ താമസിച്ചിരുന്ന ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചു. വാക്യത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത പദം, ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു. ദൈവം ആദ്യം സൃഷ്ടിച്ചിരുന്ന ഭൂമിയുടെ മനോഹാരിത യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 18-ാമത്തെ വാക്യം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അപ്പൊ ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമി പാർപ്പിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. പാഴ് ശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചത്, വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചത്. മനോഹരമായ ഒരു ഭൂമിയിലായിരുന്നു ദൂതന്മാർ വസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? ഇരിമ്യാ പ്രവചനം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഭൂമി, വ്യർത്ഥമായിട്ടല്ല പാർപ്പിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭൂമി, ദൂതന്മാർ താമസിച്ചിരുന്ന ഭൂമി. ആ ദൂതന്റെ വീഴ്ചയെ തുടർന്ന് ദൈവം നോക്കിയപ്പോൾ, ആ ഭൂമിക്ക് ശിക്ഷയുണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. എങ്ങനെയാണ് ഭൂമി പാഴും ശൂന്യവുമായി മാറിയത്? 2 ശിക്ഷ ദൈവം ഭൂമിക്ക് കൊടുത്തു. ഒന്ന്, ഉൽപ്പത്തി ആദ്യത്തെ വാക്യം, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ഒന്ന്, ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. ദൂതന്റെ വീഴ്ചയെ തുടർന്ന് ഈ ഭൂഗോളം വെള്ളം കൊണ്ട് മൂടപ്പെട്ട് കിടന്നു. ആദ്യം നമുക്ക് സങ്കീർത്തനത്തിലേക്ക് പോകാം. 104-ാം സങ്കീർത്തനം 6-7 വാക്യം. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി, വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അടുത്തത്, അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. ഭൂമിയെ ഒരിക്കലും വെള്ളം കൊണ്ട് മൂടിയാണ് ഇട്ടിരുന്നത്. എന്നാൽ ദൈവം ആ ഭൂമിയിൽ പുതിയ സൃഷ്ടിപ്പ്, ആദം ഹൗവമാരെയൊക്കെ സൃഷ്ടിക്കുന്ന ആ സൃഷ്ടിപ്പ് തുടങ്ങിയപ്പോൾ ഈ ഭൂഗോളം മുഴുവൻ വെള്ളം കൊണ്ട് മൂടപ്പെട്ടു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. ആ വെള്ളത്തോട് ദൈവം വിളിച്ചു പറഞ്ഞു, വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ. അതിന് ദൈവം സമുദ്രം എന്ന് പേർ വിളിച്ചു. എന്നിട്ട് ആ വെള്ളങ്ങളോട് ദൈവം പറഞ്ഞു, ഭൂമിയെ മൂടാൻ ഇനി മേലിൽ മടങ്ങി വന്നുകൂടാ. നിങ്ങൾക്കറിയാമോ, ഈ ഭൂഗോളത്തെ മുഴുവൻ മൂടിയാലും പിന്നെയും പല അടികൾ, പല ഉയരങ്ങൾ മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ സമുദ്രത്തിൽ വെള്ളം കിടപ്പുണ്ട്. ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണ്. ആ വെള്ളങ്ങളോട് ദൈവം പണ്ടൊരിക്കൽ പറഞ്ഞു, ഞാൻ ഇതിനൊരു അതിരിടുകയാ. ഏതാണെന്നറിയാമോ? കോൺക്രീറ്റിന്റെ മതിലല്ല, പഞ്ചസാര മണലുകൊണ്ട് ദൈവം ഈ സമുദ്രത്തിന് അതിരിട്ടു. ഭൂമിയെ മൂടാൻ ഇനി മേലിൽ മടങ്ങി വന്നുകൂടാ എന്ന് ദൈവം അതിന് ആജ്ഞ കൊടുത്തു. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി
ഈ ഭൂമി വെള്ളത്തിലായിരുന്നു. ദൂതന്റെ വീഴ്ചയെ തുടർന്ന് ഈ ഭൂഗോളം വെള്ളത്തിലായിരുന്നു. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഒരു ഭൂമി ഉളവായി വന്നു. അത് ഉളവായി വരികയാണ് ഉണ്ടായത്. പക്ഷെ ആ ഭൂമി അന്നല്ല സൃഷ്ടിക്കപ്പെട്ടത്. അടുത്ത വാക്യം, പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി. അപ്പൊ ഭൂമിയുടെ രണ്ട് ഘട്ടം. ഒന്ന്, പണ്ട് ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമി. അതാണ് ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പണ്ട് ആദിയിൽ ആ ഭൂമി ദൂതന്റെ വീഴ്ചയെ തുടർന്ന് വെള്ളത്തിലകപ്പെട്ടു പോയി. ഭൂമിക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കുക. അവർ ഈ ഫോസിൽ കാണിച്ചിട്ട് പറയും ഭൂമിക്ക് ഒരു 100 കോടി വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ ബൈബിൾ അതിനെതിരല്ല. ഇനി വേറൊരാൾ വന്നിട്ട് വേറൊരു ഫോസിൽ കാണിച്ചിട്ട് ഭൂമിക്ക് 5000 കോടി വർഷത്തിന്റെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ ബൈബിളും അതിനെതിരല്ല. കാരണം ഈ ഭൂമി പണ്ട് ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഭൂമിയിൽ ഏതെല്ലാം ജീവജന്തുക്കൾ ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ല. മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഭൂമിയാണ്. ആ ഭൂമിക്കാണ് ദൈവത്തിന്റെ ശിക്ഷ കിട്ടിയത്. കാരണം ഭൂമിയിലെ ആദ്യത്തെ നിവാസികൾ ദൂതന്മാരായിരുന്നു. ആ ദൂതന്മാരുടെ നേതാവാണ് ലൂസിഫർ എന്നുള്ളത്. ലൂസിഫറിന്റെ വീഴ്ചയെ തുടർന്ന് അവരുടെ വീടും കൂടെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ഉള്ളിൽ ഈ ഭൂമിയെ നോക്കിയിട്ട് ദൈവം ഒരു പദ്ധതി വിളിച്ചു പറഞ്ഞു, വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ. അങ്ങനെ കൂടി അതിന് ദൈവം സമുദ്രം എന്ന് പേർ വിളിച്ചു. തെളിവിനിയും പറയാം. ഉൽപ്പത്തി പുസ്തകം 2-5-6 വാക്യങ്ങൾ വായിച്ചാട്ടെ. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. മനുഷ്യനും ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭൂമിയിൽ മഴ പെയ്യാതിരുന്നിട്ടും വെള്ളമുണ്ടായിരുന്നു. ആകാശവും ഭൂമിയുമാണ് ദൈവം സൃഷ്ടിച്ചത്. സമുദ്രം ഉണ്ടായിരുന്നു. സമുദ്രത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. ഇനി പുതിയ നിയമത്തിലെ തെളിവ് കേൾക്കട്ടെ. ഇബ്രായ ലേഖനം 11-7 വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി. മഴ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ഒരു പക്ഷേ എന്റെ അനുമാനമാണ്, നോഹയുടെ കാലം വരെ ഉണ്ടായിരുന്നില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. നോഹ വിളിച്ചു പറഞ്ഞു 40 ദിവസം രാവും പകലും മഴ പെയ്യാൻ പോകുകയെന്ന്. ജനം വിശ്വസിച്ചില്ല. കാരണം അവർ അതുവരെ ഒരു കാര്യം കണ്ടിട്ടില്ല. വാക്യം നോക്കിക്കേ, അതുവരെ കാണാത്തവയെ കുറിച്ച്. ഏതാണ് അതുവരെ? മഴ പെയ്യാതിരുന്നിട്ടും ഈ ഭൂമിയിൽ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നു. 2, ഈ ഭൂമിക്ക് കിട്ടിയ രണ്ടാമത്തെ ശിക്ഷ, ഭൂമിയെ ദൈവം ഇരുട്ടുകൊണ്ട് മൂടി. ഭൂമിയെ ദൈവം ഇരുട്ടുകൊണ്ട് മൂടി. എങ്ങനെയാണ് ഭൂമി ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ടത്? നിങ്ങൾ ഈ സൗരയുദ്ധം എന്നൊക്കെ കേട്ടില്ലേ? നടുക്ക് സൂര്യൻ നിൽക്കുന്നു, മറ്റ് ഗ്രഹങ്ങളെല്ലാം അതതിന്റെ ഓർബിറ്റിൽ ഭ്രമണപഥത്തിൽ നിൽക്കുക. അപ്പൊ സൂര്യന്റെ വെട്ടമാണ് ഭൂമിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലമാണ് ഞാൻ ഈ പറയുന്നത്. യോബിന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ടെ, 9-6 വാക്യം. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു, അതിന്റെ തൂണുകൾ കുലുങ്ങി പോകുന്നു. ഭൂമിയെ സൗരയുദ്ധത്തിൽ സൂര്യന്റെ വെട്ടം ഭൂമിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ആ ഭൂമിയെ ദൈവം സ്വസ്ഥാനത്തു നിന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ വെട്ടം കിട്ടാതെ വന്നു. ആദത്തെയും ഹവ്വയെ സൃഷ്ടിക്കുന്ന ആ പുനഃസൃഷ്ടിയുടെ കാലഘട്ടത്തിൽ പുനഃസൃഷ്ടി നടത്തുമ്പോ 4-ാമത്തെ ദിവസമാണ് സൂര്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. പക്ഷെ അതിനു മുമ്പുള്ള 3 ദിവസം സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം. അപ്പൊ സൂര്യനില്ലാതെ എങ്ങനെയാ സന്ധ്യയായത്? എങ്ങനെയാ നേരം വെളുത്തത്? എന്താ സംഭവിച്ചെന്ന് കേൾക്കണ്ടേ? ഈ സൗരയുദ്ധത്തിൽ ഭൂമിക്ക് വെട്ടം കൊടുത്തുകൊണ്ടിരുന്ന ആ സൂര്യന്റെ സ്ഥാനത്ത് നിന്ന് ഭൂമിയെ ദൈവം ഇളക്കിക്കളഞ്ഞു. യോബിന്റെ പുസ്തകത്തിൽ വാക്യം ഓർമ്മയുണ്ടല്ലോ, നീ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. എന്നാൽ എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആ ഭൂമിയിൽ ദൈവം പുനഃസൃഷ്ടി തുടങ്ങിയ വേളയിൽ പ്രൈസല്ലോ ആ സൂര്യന്റെ വെട്ടം പഴയതുപോലെ കിട്ടത്തക്ക രീതിയിൽ തമ്പുരാൻ അതിനെ റീസ്റ്റോർ ചെയ്തു, യഥാസ്ഥാനപ്പെടുത്തി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ ക്ലോക്ക് അങ്ങ് തറയിൽ വീടുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ താഴെ വീടുമെന്ന് വെച്ചാൽ താഴെയാണെങ്കിലും അതിന്റെ ആ സൂചി അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും.
നമ്മൾ കാണാത്ത രീതിയിൽ താഴെ പോയാലും ബാറ്ററി ഉള്ളിടത്തോളം കാലം അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ സൗരയുദ്ധത്തിലും ഭൂമിയെ ദൈവം തെറ്റിച്ചു കളഞ്ഞുവെങ്കിലും രാവും പകലും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ദൈവത്തിനതറിയാം. മനുഷ്യന് കാണാൻ പറ്റത്തില്ലെങ്കിലും ദൈവത്തിനതറിയാം. 4-ാമത്തെ ദിവസം ദൈവം അതിനെ റീസ്റ്റോർ ചെയ്തു. ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. എത്രയോ സഹസ്രാബ്ദങ്ങൾ അങ്ങനെ കിടന്നു. ഭൂമിയെ ഇരുട്ടുകൊണ്ട് മൂടി. ദൈവം എത്രയോ സഹസ്രാബ്ദങ്ങൾ അങ്ങനെ കിടന്നു. അതിനുശേഷം ദൈവത്തിന്റെ ആദ്യത്തെ വിധി, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ട് കിടന്ന ഭൂമിയിൽ വെളിച്ചം വന്നു. ഒന്നുമില്ലായ്മയും സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവത്തിന് സൂര്യനില്ലാതെ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ കഴിയും. അവൻ സർവശക്തനാണ്. അപ്പോൾ ഇരുട്ടിനെ ദൈവം മാറ്റി. ഇനിയും മൂടപ്പെട്ട് കിടന്ന ഭൂമി അങ്ങനെ ശാപഗ്രസ്തമായി കിടന്നിരുന്ന കാലഘട്ടത്തിൽ ദൈവം ഈ ഭൂമിയെക്കുറിച്ച് മറ്റൊരു പദ്ധതി തനിക്കുള്ളത് കൊണ്ട് ഈ ഭൂഗോളത്തിനും ഇതേ പരിവർത്തിക്കുവാൻ ദൈവം തന്റെ പ്രാവാകുന്ന പരിശുദ്ധാത്മാവിനെ ഈ ഭൂമി മേലയച്ചു. ഭൂഗോളം എന്ന് പറയുന്നത് ഒരു മുട്ട പോലെയുള്ള ഒരു ഗോളമാണ്. ദൈവത്തിന്റെ പ്രാവാകുന്ന പരിശുദ്ധാത്മാവ് ശാപം കൊണ്ട് മൂടപ്പെട്ട, പാപത്തിന്റെ പരിണിത ഫലമായി ഇരുട്ടുകൊണ്ടും വെള്ളം കൊണ്ടും മൂടപ്പെട്ട ആ വെള്ളത്തിനും ഇതേ പരിവർത്തിക്കുവാൻ ദൈവം തന്റെ ആത്മാവിനെ അയച്ചു. എന്തിനാണ് ഈ ശാപഗ്രസ്തമായ ഭൂമിയുടെ മേൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചത്? ദൂതന്റെ വീഴ്ചയെ തുടർന്നാണ് ഭൂമിക്ക് ഈ ശിക്ഷയുണ്ടായത്. ആ ദൂതനാണ് വീണുപോയ പിശാചുക്കൾ. ആ പിശാചിന്റെ ശക്തികൾ ഭൂമിയുടെ മേൽ ആധിപത്യം ചെലുത്താതിരിക്കേണ്ടതിന് അതിന്മേൽ അതിനേക്കാൾ ശക്തിയേറിയ ദൈവം തന്റെ ആത്മാവിനെ അതിന് മീതെ അയച്ചു. ഭൂഗോളത്തിന് മീതെ പരിവർത്തിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഒരു കോഴിമുട്ടയുടെ മേൽ ആ തള്ളക്കോഴി പൊരുന്തിയിരിക്കുന്നത് പോലെ ഇതിനെ സംരക്ഷിക്കാൻ ദൈവം തന്റെ പ്രവാഹന പരിശുദ്ധാത്മാവിനെ ഭൂമിയുടെ മേൽ അയച്ചു. അതാണ് നമ്മൾ വായിച്ചത്. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, പക്ഷേ ആ ആഴത്തിന് മീതെ, ആ ഇരുളിന് മീതെ വ്യാപരിക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. The Holy Spirit was hovering upon the earth. നീ ഒരു വാക്യം കൂടെ വായിച്ചു നോക്കിയാട്ടെ. ഹോവറിംഗ്, മുകളിൽ പരിവർത്തിക്കുക. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10-11 വാക്യം. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു. പദം ഹോവറിംഗ്. ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. അടുത്ത ഭാഗം. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ. 2 പദങ്ങൾ. ചുറ്റി പരിപാലിച്ചു. സ്വതന്ത്രം മീതെ പറന്നു. കഴുകനെ കുറിച്ച് അവിടെ വായിക്കുന്നത്. ഇതിന് സമാനമായ ഒരു സംഭവമാണ് ആദിമ ലോകത്തിൽ സംഭവിച്ചത്. ആ അന്ധകാര ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികളെ ദൈവം ഭൂമിയിൽ മാറ്റി ആകാശവികാനത്തിലേക്ക് വിട്ടു. അതുകൊണ്ടാണ് ഇന്ന് പൈശാചിക ശക്തികൾ ഈ ആകാശമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് ഭൂമിമേൽ ആളുകളെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ വിജയമാണ് ഏറ്റവും ശ്രേഷ്ഠകരം. എന്താണ് നമ്മുടെ വിജയം? ശാപമുണ്ട്, പാപമുണ്ട്, ശിക്ഷയുണ്ട്, പക്ഷേ നശിച്ചു പോകരുതെന്ന് ദൈവം കണ്ടു. നശിച്ചു പോകരുതെന്ന് ദൈവം കണ്ടു. നശിക്കാതിരിക്കേണ്ടതിന്, വീണ്ടെടുക്കേണ്ടതിന് ഈ ഭൂഗോളത്തിന് മീതെ ആമേൻ ഒരു കോഴി തൻ്റെ കുഞ്ഞിന് മീതെ നിൽക്കുന്നത് പോലെ ഈ ഭൂഗോളത്തിന് മീതെ പരിവർത്തിക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമി മേലയച്ചു. കൃപയാ